പിങ്കി വാ, എത്ര നേരമായി? അവള് വരും മണി, വന്നല്ലേ ഉള്ളൂ, ഫ്രഷ് ആയിട്ട് വരും. വന്നേ ഉള്ളൂ, ഫ്രഷ് ആയിട്ട് വരുന്ന. സാധാരണ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാലേ കൈ പോലും കഴുകാത്ത നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് അമ്മ ചായ അമ്മ പലഹാരം എന്ന് പറഞ്ഞവളാ. ഇന്ന് 1/4 മണിക്കൂറായി. അത് ഞാൻ പറയായിരിക്കായിരുന്നു. ഞാൻ റൂമിൽ ഇരുന്ന സമയത്തെ അവള് കേറി വരുവാണേ, ഞാൻ അവിടെ ഇരിക്കുന്നെന്ന് പോലും അവൾ അറിയുന്നില്ല. വന്ന ഉടൻ ബാഗിനെടുത്ത് അങ്ങ് നിലത്തിട്ടിട്ട് നേരെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. മുടിയൊക്കെ അയച്ചിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് നോക്കി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവള്. എന്തോന്ന് വെച്ചാ അവളെ ഇങ്ങനെ ചുമ്മാ കുറ്റം പറയണേ? അവള് കണ്ണാടി നോക്കുന്ന എന്താ പ്രശ്നം? വെറുതെ ഞാൻ പറഞ്ഞതല്ല, ഇപ്പൊ ഈ ഇടയായിട്ട് ഫുൾ ടൈം അവൾ കണ്ണാടിയിലാണ്. ഓ പിന്നെ കണ്ണാടി നോക്കാത്ത ഒരാൾ 24 മണിക്കൂറും കണ്ണാടിന്റെ മുന്നിൽ നീ നിൽക്കണേ, എന്നിട്ടാണ് അവളെ കുറ്റം പറയണേ? അമ്മ എന്നെ പോലെയാണോ അവള്? ഞാൻ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കും. പക്ഷെ പല്ല് പോലും തേക്കാത്ത അവൾ എന്ത് കണ്ണാടി നോക്കാനാണ്? എന്റെ മക്കളെ, ഈ പ്രായത്തില് പ്രത്യേകിച്ച് ഈ ടീനേജ് കുട്ടികളല്ലേ ഈ ബ്യൂട്ടി കോൺഷ്യസ് ആവുന്നത്. അപ്പൊ സ്വാഭാവികമല്ലേ അത്. അവ കണ്ണാടിയൊക്കെ നോക്കി, ഇത് നീ ഇത്ര വലിയ ആക്ഷൻ എടുക്കേണ്ട കാര്യമുണ്ട്? എന്തോന്ന് കുഞ്ഞാ ഇത്? ഇങ്ങനെയൊന്നും തോന്നുന്നില്ല. ഞാൻ പറയാ മോളെ, സുന്ദരി ആയിരിക്കുന്നു, നല്ല ഡ്രസ്സൊക്കെ ഇട്ട്. അമ്പലത്തിൽ പോണോ? ഇല്ല, അമ്പലത്തിൽ പോണില്ല. പിന്നെ ഒരിടത്തും പോണില്ലേ? ഇല്ല. പിന്നെ എന്തിനാ ഒരുങ്ങി കെട്ടി വന്നേക്കണേ? അത് ഞാൻ ഒരുങ്ങിയില്ലല്ലോ അമ്മ. ഒരുങ്ങിയില്ലേ? ഇല്ല. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരേ, ഇങ്ങോട്ട് വാ, ഇവിടെ വാ. എന്ത് എന്ത്? അമ്മ ഒന്ന് മാറി. അമ്മ അത്ര എന്റെ ഫൗണ്ടേഷൻ നോക്ക് മൂത്ത് മുഴുവൻ വാടിയിട്ടേക്കുന്ന. എന്നിട്ട് നീ ഒരുങ്ങിയില്ലല്ലേ? എന്തിനാടി കാണാൻ പറയാ? നീ എങ്ങോട്ട് പോണേ? പറ, സത്യം പറ. അയ്യോ, ഞാനിത് എങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്തതല്ല. പിന്നെ എന്താ ഡീ പേക്കോലം? പേക്കോലോ? പിന്നെ ഇതാണ് സിംപ്ലിസിറ്റി. നിങ്ങൾ ഷോർട്സും ബനിയനൊക്കെ ഇട്ട പിങ്കി മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇനി വളരെ നാടൻ വേഷത്തിൽ കുലീനതയുള്ള മിതഭാഷയായ ഒരു പിങ്കിയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അതെ അതെ, അത് കൊള്ളാം. വീട്ടിലിടാൻ വേണ്ടിട്ടാണ് ഈ സാധനം എടുത്തിട്ടേക്കുന്നേ? ആ അതെ അമ്മ. ആണല്ലേ? ഞാനേ നിന്റെ തോളം അടിച്ച് പൊട്ടിക്കണ്ടെങ്കിലേ മര്യാദയ്ക്ക് ഡ്രസ്സ് മാറ്റിട്ട് പാടി. വീട്ടിലിടാനാണ് ഇത് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ചല്ലേ? 1 പ്രാവശ്യം 2 പ്രാവശ്യം അങ്ങോട്ട് പുറത്തിട്ടുള്ളൂ. പിന്നെ വീട്ടിട്ട് അങ്ങോട്ട് ഇങ്ങനെ നടക്കാൻ പോണത്. അച്ഛാ, നന്നാവാൻ ഉള്ളൊരു ശ്രമത്തിലാണ് ഈ ഞാൻ. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പുറകിൽ നിന്ന് കുത്തരുതെന്ന് അച്ഛന്റെ ഭാര്യയോടും അച്ഛന്റെ മോളോടും പറഞ്ഞ് മനസ്സിലാക്കണം. അത് ഞാൻ പറഞ്ഞു ശരിയാക്കാം. പക്ഷെ മോളെ, എനിക്കൊരു സംശയം. പറഞ്ഞോളൂ അച്ഛാ. അതെ, നീ ഇനി മുതൽ മോഡേൺ ഡ്രസ് ഉപയോഗിക്കുന്നില്ല, നാടൻ ഡ്രസ് മാത്രം ഉപയോഗിക്കാന്നല്ലേ പറഞ്ഞത്? അതെ അതെ, തീരുമാനിച്ചു. അയ്യോ അച്ഛ, ക്ഷമിക്കണം അച്ഛാ, അച്ഛനോട് ക്ഷമിക്കണം. സോറി അച്ഛാ, ഞാൻ ഇനി ആവർത്തിക്കില്ല അച്ഛാ, ഇനി ആവർത്തിക്കില്ല. ഇടി ഇതിന് മാത്രം നാടൻ വേഷം എവിടെ ഇരിക്കണം? ഫുൾ ടൈം ഇട്ടോണ്ട് നടക്കാനായിട്ട്. ആ കൂടെ 2 പാവാടല്ലേ ഉള്ളൂ നിനക്ക്. മോൾ എന്തായാലും മാറാൻ പോവാണ്. ഓക്കെ, മോള് മാറിക്കോ, അച്ഛൻ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഈ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടുന്ന പരിപാടി അച്ഛൻ അങ്ങ് നിർത്തി. മോള് പൂർണ്ണമായിട്ട് എന്ന് മാറി എന്ന് അച്ഛൻ ഉറപ്പെന്നുണ്ടാവുമോ, അപ്പം മോള് പറയുന്നത് എന്തും അച്ഛൻ മാറ്റി തരും. അതുവരെ ഈ പാഴ്ചെലവാക്കാനായിട്ട് അച്ഛന്റെ കയ്യിൽ പൈസ ഇല്ല, കേട്ടാ? ഓക്കെ, ശരി. ഞാൻ എന്ന് മാറി എന്ന് നിങ്ങൾക്ക് ബോധ്യം വരുമ്പോ നിങ്ങൾ ഞാൻ പറയുന്നൊക്കെ മേടിച്ചു തരുമല്ലോ? ഉറപ്പായിട്ടും മഞ്ചരും. നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് മാറി പുതിയൊരു മനുഷ്യനായി മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ? എന്റെ മാറ്റങ്ങൾ ഇനി നിങ്ങൾ കാണാനിരിക്കുന്നതേ. കുറച്ചുകൂടി മധുരം തീരെ പോരാ മാതാശ്രീ. ശരി, ഞാൻ പൊക്കോട്ടെ. പോയിട്ട് വരാം പിതാശ്രീ. പോയിട്ട് വരാം മാതാശ്രീ. പോയിട്ട് വരാം ജ്യേഷ്ഠശ്രീ. അല്ല, എന്തായിരുന്നു? ആ ജ്യേഷ്ഠത്തി. അയ്യോ, പിടിച്ചു. എന്ത് പറ്റി? ഓരോരോ വട്ടുകള്. ഇവിടെ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴേ എവിടെ നോ തലക്കേറ് കൊണ്ടു. അതാണ് ഈ മാറ്റം. എന്ത് കൊണ്ടാലും കൊള്ളാം. ഓരോ സീസണിലെ ഓരോ വട്ടുകളും കൊണ്ട് ഇറങ്ങിക്കോളും. അല്ല, എന്ത് വട്ടുത്തരം കാണിച്ചാലും എന്റെ കയ്യിലെ കാശല്ലേ പോണത്. അതാണ് എന്റെ വിഷമം. എന്തായാലും അച്ഛന്റെ കയ്യിൽ നിന്ന് പോവും. അങ്ങ് പോട്ടെന്ന് വെക്കണം. ഓ, അങ്ങ് ഇരിക്കല്ലേ ഇവിടെ കെട്ട് കണക്കിന്, അങ്ങ് പോട്ടെന്ന് വെക്കാം. നീ ശരിയാണ് മിസ്റ്റർ.
എൻ്റെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് അറിയാമല്ലോ, അതൊക്കെ പറഞ്ഞു വിടും.